നമസ്കാരം, എല്ലാവർക്കും ഹാബിറ്റസ് പീരിയഡ് അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കേരള ഹിസ്റ്ററി PYQ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 1 നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ പാർട്ട് 2 ആണ്. 2025-26 സമയത്ത് വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് എടുത്തിട്ടുള്ള കേരള ഹിസ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു PPTയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1. സവർണ ജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. 2. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. 3. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മിഭായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. 4. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. അപ്പോൾ ഇതിൽ 1, 2, 3 ശരിയാണ്. 4 ശരിയല്ല അല്ലേ? എന്തുകൊണ്ടാണ്? ക്ഷേത്രപ്രവേശനമായിരുന്നില്ല, ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള വഴിയിലൂടെ നടക്കാൻ ഉള്ള അനുവാദമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. അപ്പം 1, 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. അടുത്തത്, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? അരുൾനൂല്, ആദിഭാഷ, വേദാധികാര നിരൂപണം, നവമഞ്ജരി. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, നവമഞ്ജരി. അടുത്ത ചോദ്യം, 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? 1. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയതാണ് കലാപത്തിനിടയാക്കിയത്. 2. രാജ്മഹൽ കുന്നുകളിലാണ് കലാപം നടന്നത്. കലാപത്തെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. 4. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. അപ്പോൾ ഇതിൽ ശരിയായിട്ട് വരുന്നത് 1ഉം 4ഉമാണ് അല്ലേ? അപ്പം ഓപ്ഷൻ 1, 4, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ശ്രീമൂലം തിരുനാൾ, മാർത്താണ്ഡവർമ്മ, ശക്തൻ തമ്പുരാൻ, ധർമ്മരാജ. അപ്പൊ ഇതിൽ ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മയാണ് ശരി ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? എ. ശ്രീനാരായണ ഗുരു പ്രാചീന മലയാളം, ബി. ചട്ടമ്പി സ്വാമികൾ അഖിലത്തിരുട്ട്, സി. വൈകുണ്ഠസ്വാമികൾ ദർശനമാല, ഡി. പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ഒരൊറ്റ ജോഡിയുള്ളൂ, ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. ഇതിൽ ദർശനമാല ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്, അഖിലത്തിരുട്ട് വൈകുണ്ഠസ്വാമികളുടെയാണ്, പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെയാണ് കേട്ടോ. അടുത്ത ചോദ്യം, VT ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം? രജനീരംഗം, വെടിവെട്ടം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, കാലത്തിന്റെ സാക്ഷി. അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അടുത്ത ചോദ്യം, മഹാകവി G. ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്നാണ്? സ്വാമി വിവേകാനന്ദൻ, സ്വാമി ദയാനന്ദ സരസ്വതി, വാഗ്ഭടാനന്ദൻ, ശ്രീനാരായണ ഗുരു. അപ്പോൾ ഇതിലും കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു ആണ് കേട്ടോ. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി? ആനി മസ്ക്രീൻ, അമ്മാളു അമ്മ, സരോജിനി നായിഡു, അക്കാമ ചെറിയാൻ. അപ്പോൾ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്, അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത്. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ? കീഴരിയൂർ ബോംബ് കേസ്, പുന്നപ്ര വയലാർ സമരം, ആറ്റിങ്ങൽ കലാപം, മൊറാഴ സംഭവം. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, കീഴരിയൂർ ബോംബ് കേസിനാണ് ഡോക്ടർ KB മേനോൻ നേതൃത്വം കൊടുത്തത്. അടുത്ത ചോദ്യം, തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്ന്? 1956 നവംബർ 1, 1949 ജൂലൈ 1, 1949 ജനുവരി 12, 1948 ജൂലൈ 28. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1949 ജൂലൈ 1 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്ത ചോദ്യം, കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര്? വാഗ്ഭടാനന്ദൻ, കൂറുളി ചേകോൻ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കൂറുളി ചേകോനാണ് കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? അയ്യക്കാളി എന്നാണിത് തെറ്റാണ്, അയ്യങ്കാളി എന്നാണ് കേട്ടോ. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി, തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി, പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. അപ്പം ഇതിൽ നമുക്കറിയാം കണ്ണാടി പ്രതിഷ്ഠ, അയ്യങ്കാളി എവിടെയും പ്രതിഷ്ഠയൊന്നും നടത്തിയിട്ടില്ല അല്ലേ? അപ്പം 2 ആണ് തെറ്റായിട്ടുള്ളത്, ഓപ്ഷൻ എ 2 മാത്രമാണ് ഇതിൽ ശരി ഉത്തരം. അടുത്ത ചോദ്യം, ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി തിരുവനന്തപുരം ആണ് കേട്ടോ. അടുത്തത്, അയ്യങ്കാളി ജനിച്ചത് എന്ന്? 1863 ജൂലൈ 28, 1863 സെപ്റ്റംബർ 28, 1863 ജൂൺ 28,
1863 ഓഗസ്റ്റ് 28. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് 1863 ഓഗസ്റ്റ് 28-നാണ് അയ്യങ്കാളി ജനിച്ചത്. ഇനി EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വൈക്കം, ചാവക്കാട്, കോഴഞ്ചേരി, പള്ളിപ്പുറം. അപ്പോൾ അത് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ആൻസർ ആണ്. വൈക്കമാണ് EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? VT ഭട്ടതിരിപ്പാട്, ഏലിയാസ് ചാവറ, മഹാദേവ ഗോവിന്ദ റാനഡെ, വൈകുണ്ഠ സ്വാമികൾ. അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, മഹാദേവ ഗോവിന്ദ റാനഡെ. ബാക്കി 3 പേരും കേരളത്തിലെ നവോത്ഥാന നായകരായിരുന്നു അല്ലേ. അടുത്ത ചോദ്യം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര്? അപ്പോൾ ഇത് വൺ ഓഫ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു PPT കഴിയുമ്പോഴേക്കും തന്നെ നമ്മളിത് ബൈഹാർട്ട് ആക്കിയിട്ടുണ്ടാവും. അപ്പം വൈകുണ്ഠ സ്വാമികൾ, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം ആരാണ്? വാഗ്ഭടാനന്ദനാണ് കേട്ടോ. അത് അത്രയും റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. അടുത്ത ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര്? KM പണിക്കർ, VP മേനോൻ, KP കേശവ മേനോൻ, K മാധവൻ നായർ. അപ്പോൾ ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെയാണ് ഫസൽ അലി കമ്മീഷൻ എന്നും കൂടെ പറയും. അതിൽ മെമ്പറായിരുന്ന ആളാണ് KM പണിക്കർ. ഓപ്ഷൻ ഇ ആണ് ശരിയുത്തരം വരുന്നത്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഓപ്ഷൻസ് EMS നമ്പൂതിരിപ്പാട്, TK മാധവൻ, AK ഗോപാലൻ, K രാമകൃഷ്ണപിള്ള. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് AK ഗോപാലനാണ്. AK ഗോപാലൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ എന്ന് പറയുന്നത്. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയതാര്? NV കൃഷ്ണവാര്യർ, MT വാസുദേവൻ, K അയ്യപ്പൻ, ചേറ്റൂർ ശങ്കരൻ നായർ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ചേറ്റൂർ ശങ്കരൻ നായരാണ്. അടുത്ത ചോദ്യം, ഫത്തഹദൽ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിക്കുന്നത്. കവി ഖാസി മുഹമ്മദ് എഴുതി, ശരിയാണല്ലേ. 2, സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട്. അപ്പം രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശം അതിലുണ്ട്, അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കേരളത്തിലെ ജാതി വ്യവസ്ഥ വിവരിക്കുന്നു. ജാതി വ്യവസ്ഥയെ പറ്റി അധികം അതിൽ പറയുന്നില്ല. അതിൽ പോർച്ചുഗീസുകാർക്ക് എതിരായിട്ടുള്ള ജിഹാദിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ 3rd സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതുപോലെ 17-ാം നൂറ്റാണ്ടിൽ എഴുതിയ കാവ്യം, അതും തെറ്റാണ്. 16-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു കാവ്യം എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് 1ഉം 2ഉം ആണ്. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം? വൈക്കം, വടകര, കൊച്ചി, മഞ്ചേരി. ഓപ്ഷൻ ബി വടകരയാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്? ഡോക്ടർ പൽപ്പു, മൊയ്തു മൗലവി, അയ്യത്താൻ ഗോപാലൻ, K കേളപ്പൻ. അപ്പോൾ ഇതിൽ ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്നത് അയ്യത്താൻ ഗോപാലൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം, ഗുരുവായൂർ സത്യാഗ്രഹം, മലയാളി മെമ്മോറിയൽ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, മലയാളി മെമ്മോറിയൽ ആണ്. അടുത്ത ചോദ്യം, കൊച്ചി രാജപ്രജാ മണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആരാണ്? അപ്പോൾ ഇതിൽ ആരാണ് കൊച്ചി രാജപ്രജാ മണ്ഡലത്തിന്റെ നേതാക്കൾ അല്ലാത്തത് എന്നാണ് ചോദ്യം. പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, ഇക്കണ്ട വാര്യർ, ഷൺമുഖം ചെട്ടി, S നീലകണ്ഠ അയ്യർ. അപ്പോൾ ഇതിൽ ഷൺമുഖം ചെട്ടിയാണ് കൊച്ചി രാജപ്രജാ മണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്ത ആള്. അടുത്തത്, കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിലൊരെണ്ണം താഴെ പറയുന്നു, ഏതാണ് അതെന്നാണ് ചോദിക്കുന്നത്. കുന്നത്തൂര്, അഗസ്തീശ്വരം, മാവേലിക്കര, ചിറയൻകീഴ്. അപ്പം അഗസ്തീശ്വരാണ് ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് തുടങ്ങിയ 4 താലൂക്കുകളാണ് ആ സമയത്ത് വിട്ടുകൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ അഗസ്തീശ്വരാണ് ഇവിടെ തന്നിട്ടുള്ളത്. അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ ഇപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ അല്ലേ. 1956 നവംബർ 1-ന് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരം വരുന്നത്. സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, കുമാരഗുരുദേവൻ സമത്വ സമാജം, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. അപ്പോൾ ഇതിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ സി ആണ് അല്ലേ.
സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ്, കുമാരഗുരുദേവൻ അല്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റുത്തരായിട്ട് വന്നിരിക്കുന്നത്. ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1924, 1931, 1936, 1921. അപ്പോൾ ഇതിൽ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് അല്ലേ. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. അടുത്ത ചോദ്യം, അയ്യങ്കാളി ജനിച്ച ജില്ല ഏത്? കൊല്ലം, കോട്ടയം, ആലപ്പുഴ, തിരുവനന്തപുരം. അപ്പോൾ അയ്യങ്കാളി ജനിച്ച ജില്ല ഓപ്ഷൻ ഡി ആണ്, തിരുവനന്തപുരമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത്, ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ? മൺറോ, വെല്ലസ്ലി, ഗിഫോർഡ്, കനോലി. അപ്പോൾ ഇതിൽ ഗിഫോർഡാണ് ഉത്തരം കറക്റ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? 4, 1, 2, 5. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 5 ആണ്. 5ാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്. താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? ഡോക്ടർ പൽപ്പു അയ്യങ്കാളി, അയ്യങ്കാളി പണ്ഡിറ്റ് കറുപ്പൻ, GP പിള്ള, C കൃഷ്ണൻ, ചട്ടമ്പി സ്വാമി, വാഗ്ബടാനന്ദൻ. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഡോക്ടർ പൽപ്പു അതുപോലെ അയ്യൻകാളിയാണ് ഒരേ വർഷം ജനിച്ച രണ്ടുപേര്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏത്? മൊറാഴ സമരം, കയ്യൂർ സമരം, കരിവള്ളൂർ, പുന്നപ്ര വയലാർ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കയ്യൂർ സമരമാണ് കേട്ടോ. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത ആര്? AV കുട്ടിമാളു അമ്മ, ആനി മസ്ക്രീൻ, അക്കമ്മ ചെറിയാൻ. ഇവരാരുമല്ല. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, AV കുട്ടിമാളു അമ്മ. ഇതും റിപ്പീറ്റഡ് ആയിട്ട് പലതവണ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. മലബാറിൽ നേതൃത്വം നൽകിയ വനിത AV കുട്ടിമാളു അമ്മ കേട്ടോ. അടുത്ത ചോദ്യം, പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് ആര്? കുമാരഗുരുദേവൻ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ചട്ടമ്പി സ്വാമികൾ, പണ്ഡിറ്റ് KP കറുപ്പൻ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കുമാരഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത്. അടുത്തത്, ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആര്? കേരളവർമ്മ പഴശ്ശിരാജ, മാർത്താണ്ഡവർമ്മ, സർദാർ KM പണിക്കർ, വില്യം ലോഗൻ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സർദാർ KM പണിക്കരാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത്? 1.25 കോടി മലയാളികൾ, ഭാഷാ കേരളം, നവകേരള ശില്പികൾ. ഇവയൊന്നുമല്ല. അപ്പോൾ ഇതിൽ EMSന്റെ 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ച തെന്മല കൊല്ലം ജില്ലയിലാണ്. രണ്ടാമത്തത്, വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം നടന്നത് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ നീര പ്ലാന്റ് 2015 കൈപ്പുഴയിൽ ആരംഭിച്ചു. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം ആദ്യമായി അരങ്ങേറിയത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ്. അപ്പോൾ ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ആദ്യത്തെ 2 ഉള്ളത്. പിന്നെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം പാരിപ്പള്ളിയിലല്ല, ചവറയിലാണ് ആദ്യമായിട്ട് അരങ്ങേറിയത്. അപ്പം ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏത്? 1863, 1865, 1875, 1872. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1865 ശരി ഉത്തരം. താഴെ പറയുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുക. സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചു. 1898 ജനുവരിയിൽ കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ചു. റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. ദേവേന്ദ്രനാഥ ടാഗോറിന്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ഓപ്ഷൻസ് PK ഭാവ, PK ചാത്തൻ മാസ്റ്റർ, അയ്യത്താൻ ഗോപാലൻ. ഇവരാരുമല്ല. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അയ്യത്താൻ ഗോപാലൻ. അടുത്ത ചോദ്യം, കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക. അപ്പോൾ 4 ഇവന്റ്സ് ആണ് തന്നിരിക്കുന്നത്. കുളച്ചിൽ യുദ്ധം, ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം സന്ധി, കുണ്ടറ വിളംബരം. അപ്പോൾ ഇതിൽ ഏതാണ് ആദ്യം വരുന്നത്? ആറ്റിങ്ങൽ കലാപമാണ് 1721 സംഭവിക്കുന്നത്. പിന്നെ കുളച്ചിൽ യുദ്ധം 1741. പിന്നെ ശ്രീരംഗപട്ടണം സന്ധിയാണല്ലേ വരുന്നത് 1792. പിന്നെ അവസാനം കുണ്ടറ വിളംബരം
1809 കുണ്ടറ വിളംബരം നടക്കുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 1, 3, 4 എന്നുള്ളതാണ് കറക്റ്റ് ഓർഡർ വരുന്നത്. താഴെ പറയുന്നവരിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ? ടി.കെ. മാധവൻ, കെ.പി. കേശവ മേനോൻ, മന്നത്തു പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, സി.വി. കുഞ്ഞിരാമൻ. അപ്പം ഇവരെല്ലാവരും വൈക്കം സത്യാഗ്രഹത്തിലെ നേതാക്കളായിരുന്നു. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, മുകളിൽ പറഞ്ഞവരെല്ലാം. അടുത്ത ചോദ്യം, കേരളത്തിലെ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? 1903 ശ്രീനാരായണ ഗുരുവിന്റെ ആഭിമുഖ്യത്തിൽ SNDP യോഗം രൂപീകരിച്ചു. 1905 ഡോക്ടർ പൽപ്പു ആണ് സാധുജന പരിപാലന സഭ സ്ഥാപിച്ചത്. 1908 യോഗക്ഷേമ സഭ സ്ഥാപിതമായി. 1914 മന്നത്തു പത്മനാഭനാണ് NSS സ്ഥാപിച്ചത്. ഇതിൽ തെറ്റായിട്ടുള്ള ഓപ്ഷൻ ബി ആണ്. സാധുജന പരിപാലന സഭ അയ്യങ്കാളിയാണ് സ്ഥാപിച്ചത് അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഭീമാപ്പള്ളി, കൊടുങ്ങല്ലൂര്, മലപ്പുറം, കോഴിക്കോട്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കൊടുങ്ങല്ലൂരാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏത്? ദേശാഭിമാനി, മാതൃഭൂമി, കേസരി, സ്വദേശാഭിമാനി. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, സ്വദേശാഭിമാനി. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ ആര്? ചട്ടമ്പി സ്വാമികൾ, വാഗ്ഭടാനന്ദൻ, തൈക്കാട് അയ്യാവു, അയ്യാ വൈകുണ്ഠ സ്വാമികൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അയ്യാ വൈകുണ്ഠ സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം, ആത്മോപദേശ ശതകം. അപ്പോൾ ഇതിൽ ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. അതൊഴികെയുള്ള ബാക്കി 3 ചട്ടമ്പി സ്വാമികളുടെയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1, 2, 3 എന്നിവ. 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. പൊടവര കുഞ്ഞമ്പു നായർ, കോയിത്താറ്റിൽ ചിരുകണ്ഠൻ, ചൂരിക്കാടൻ കൃഷ്ണൻ നായർ, പള്ളിക്കൽ അബൂബക്കർ. അപ്പം ഇതിൽ കുഞ്ഞമ്പു നായരും ചിരുകണ്ഠനും അബൂബക്കറും തൂക്കിലേറ്റപ്പെട്ടവരാണ്. ചൂരിക്കാടൻ കൃഷ്ണൻ നായർ ഈ കൂട്ടത്തിലുള്ളതല്ല. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1, 2, 4. തൃശൂർ പൂരം ആരംഭിച്ച രാജാവ് ആരാണ്? കോഴിക്കോട് സാമൂതിരി, മാർത്താണ്ഡവർമ്മ, ശക്തൻ തമ്പുരാൻ, കേരളവർമ്മ മഹാരാജാവ്. അപ്പോൾ ഓപ്ഷൻ സി ആണ്, ശക്തൻ തമ്പുരാനാണ് ശരിയായിട്ടുള്ള ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചവറയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? പ്രായം ചെന്നവർക്ക് വേണ്ടി മധ്യ കേരളത്തിൽ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു, ശരിയാണ്. അതുപോലെ സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു, അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചു, അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. വേദാധികാര നിരൂപണം ചാവറ കുര്യാക്കോസ് അച്ഛൻ്റെ അല്ല. അപ്പം 1ഉം 2ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 1956 നവംബർ 1 കേരള സംസ്ഥാന രൂപീകരണത്തിന് നേരിട്ട് കാരണമായ സംഭവം ഏതാണ്? 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ ആക്ട്, 1986 സംസ്ഥാന പുനഃസംഘടന ആക്ട്, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, 1858 റോയൽ ടൈറ്റിൽസ് ആക്ട്. അപ്പോൾ ഇതിലെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1956 സംസ്ഥാന പുനഃസംഘടന ആക്ട് ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യ EMS മന്ത്രിസഭ അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബിൽ കാര്യമായ വിവാദങ്ങൾക്ക് കാരണമായി. അതിന്റെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു? സൗജന്യ സാങ്കേതിക വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് ഒരു പഠന മാധ്യമമായി അവതരിപ്പിക്കുന്നത്, മുതിർന്നവരുടെ സാക്ഷരതാ പരിപാടികൾ, സ്വകാര്യ എയ്ഡഡ് സ്കൂളുകളുടെ മേൽ സർക്കാർ നിയന്ത്രണം. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്വകാര്യ എയ്ഡഡ് സ്കൂളുകളുടെ മേൽ സർക്കാർ നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന്റെ പ്രാഥമിക ലക്ഷ്യമായിരുന്നത്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അയ്യങ്കാളി. 1936 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ഏത് തിരുവിതാംകൂറിലെ മഹാരാജാവാണ്? തിരുവിതാംകൂറിലെ ഏത് മഹാരാജാവാണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, സ്വാതി തിരുനാൾ മാർത്താണ്ഡവർമ്മ, രാമവർമ്മ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. 1795 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂറും തമ്മിൽ ഒപ്പുവെച്ച ഏത് ഉടമ്പടിയാണ് തിരുവിതാംകൂറിന്റെ സാമ്പത്തിക സ്വയംഭരണത്തെ സാരമായി ബാധിച്ചത്?
മംഗലാപുരം ഉടമ്പടി, ശ്രീരംഗപട്ടണം ഉടമ്പടി, മാവേലിക്കര ഉടമ്പടി, കൊച്ചി ഉടമ്പടി. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാ? ഓപ്ഷൻ സി ആണ്, മാവേലിക്കര ഉടമ്പടിയാണ് കറക്റ്റ് ആൻസർ. നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു? ഭൂപരിഷ്കരണം, നിയമനിർമ്മാണ സഭയിലെ പ്രാതിനിധ്യം, ക്ഷേത്രപ്രവേശനം, വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, നിയമനിർമ്മാണ സഭയിലെ പ്രാതിനിധ്യം. അടുത്ത ചോദ്യം, കേരളത്തിൽ മതാന്തര സംവാദവും സാമൂഹിക പരിഷ്കരണവും പ്രോത്സാഹിപ്പിച്ച ഒരു സുപ്രധാന സംഭവമായ 1924 ആലുവ മതസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, സ്വാമി സത്യവ്രതൻ, സ്വാമി ബോധാനന്ദ. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്, ശ്രീനാരായണ ഗുരു. കേരളത്തിലെ തൊട്ടുകൂടായ്മയുടെ വിഷയം മഹാത്മാഗാന്ധിയുടെ നേരിട്ടുള്ള ശ്രദ്ധയിൽപ്പെടുത്താൻ TK മാധവന് കഴിഞ്ഞത് ഏതു പ്രത്യേക പരിപാടിയിലൂടെയോ യോഗത്തിലൂടെയോ ആണ്? ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനങ്ങൾ, തിരുവിതാംകൂർ നിയമസഭയുടെ ഉദ്ഘാടനം, അഖിലേന്ത്യാ ഹരിജൻ സേവക് സംഘത്തിന്റെ സ്ഥാപനം, 1923 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാക്കിനഡ സമ്മേളനം. അപ്പൊ ഇതിൽ 1923 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാക്കിനഡ സമ്മേളനമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അവിടെ വെച്ചിട്ടാണ് തൊട്ടുകൂടായ്മയുടെ വിഷയത്തെ പറ്റിയിട്ട് TK മാധവൻ പ്രമേയം അവതരിപ്പിച്ചത്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര്? പണ്ഡിറ്റ് KP കറുപ്പൻ, വാഗ്ബടാനന്ദൻ, വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ. അപ്പൊ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ഓപ്ഷൻ ബി വാഗ്ബടാനന്ദനാണ് ശരി ഉത്തരം വരുന്നത്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. മലയാള രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ ആയിരുന്നു. 1784 ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോന്റെ പത്രാധിപത്യത്തിൽ വടകരയിൽ നിന്നും പ്രവർത്തനം ആരംഭിച്ച പത്രമായിരുന്നു കേരള കേസരി. അപ്പൊ ഇതിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ ശരിയാണ്, ഓപ്ഷൻ ബി തെറ്റാണ് അല്ലെ. കേരള കേസരി തുടങ്ങിയത് ആരായിരുന്നു? A ബാലകൃഷ്ണപിള്ളയാണ്. അപ്പൊ ബി തെറ്റാണ്. പ്രസ്താവന എ ശരിയാണ്, ബി ശരിയല്ല. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വീണ്ടും പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിൽ നമ്പൂതിരി ബ്രാഹ്മണന്മാർക്കിടയിൽ സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമായി ആരംഭിച്ച യോഗക്ഷേമ സഭ നിലവിൽ വന്നത് 1908 തൃശ്ശൂരിൽ വെച്ച് ചേർന്ന യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗത്തിലാണ് യുവജന സംഘം രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി പ്രസ്താവന എയും ബിയും ശരിയാണെന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏതെല്ലാം? 1498 മെയ് മാസത്തിൽ വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തി. 1500 പെദ്രോ അൽവാരിസ് കബ്രാളിന്റെ നേതൃത്വത്തിൽ രണ്ടാം പോർച്ചുഗീസ് സംഘം കേരളത്തിലെത്തി. 1502 വാസ്കോഡ ഗാമ രണ്ടാം തവണ കേരളത്തിലെത്തി. പോർച്ചുഗീസുകാർ കേരളം വിടുന്നതുവരെ കോലത്തിരിമാരുമായി അവർക്ക് സ്ഥിരവും തുടർച്ചയുള്ളതുമായ സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഈ 4 സ്റ്റേറ്റ്മെന്റ്സ് നോക്കുമ്പോൾ ഇത് 4ഉം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ തന്നിരിക്കുന്ന കോഡുകളിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പം ഇതിൽ ഓപ്ഷൻ ഡി ആണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണെന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയെയാണ് പരാജയപ്പെടുത്തിയത്? ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, പോർച്ചുഗീസുകാർ. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഡച്ചുകാരെയാണ് പരാജയപ്പെടുത്തിയത്. താഴെ തന്നിരിക്കുന്ന പുസ്തകങ്ങളുടെയും രചയിതാക്കളുടെയും പേരുകൾ താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. അപ്പോൾ നമുക്കിത് നോക്കാം. ഇവിടെ ഹോർത്തൂസ് മലബാരിക്കസ് ആണ്. അപ്പോൾ അത് ഈ സൈഡിൽ വാൻറീഡ് ആണ് വരിക അല്ലെ. ഹോർത്തൂസ് മലബാരിക്കസ് വാൻറീഡ് ആണ്. അതുപോലെ മാമാങ്കം കിളിപ്പാട്ട് കാടഞ്ചേരി നമ്പൂതിരിയാണ് വരിക. പെരുമാൾ തിരുമൊഴി കുലശേഖര ആൾവാറാണ്. തുഫത്തുൽ മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ ആണ് വരുന്നത്. അപ്പോൾ ഇത് വരുന്ന ഓപ്ഷൻ A3, B1, C4, D2. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഒന്നാമത്തെ EMS നമ്പൂതിരിപ്പാടിന്റെ കീഴിലുള്ള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ PK ചാത്തൻ മാസ്റ്റർ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു. ആണോ? അല്ല. PK ചാത്തൻ മാസ്റ്റർ എന്തായിരുന്നു? തദ്ദേശ സ്വയംഭരണമായിരുന്നു. അപ്പം അത് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. KR ഗൗരി ആയിരുന്നു റവന്യൂ വകുപ്പ് മന്ത്രി. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. KP ഗോപാലൻ തദ്ദേശ സ്വയംഭരണ വകുപ്പായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു KP ഗോപാലൻ. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടേക്കാണ്. അപ്പൊ KP ഗോപാലൻ വ്യവസായ വകുപ്പും PK ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു കേട്ടോ. അപ്പൊ കറക്റ്റ് ആൻസർ വരിക 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ സി ആണ്.
കേരളത്തിൽ കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ചുമർ ചിത്രം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ഈ ചുമർ ചിത്രത്തിലെ വിഷയം എന്താണ്? രാമായണം, കീചകവധം, ഗജേന്ദ്രമോക്ഷം, ഗീതോപദേശം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഗജേന്ദ്രമോക്ഷാണ്. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപനത്തിന് മുൻകൈ എടുത്ത മലയാള കവി ആരാണ്? ഇതും വളരെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. KC കേശവപിള്ള, വെൺമണി മഹൻ, മച്ചാട്ടിളയത്, വള്ളത്തോള്. ഓപ്ഷൻ ഡി ആണ് വള്ളത്തോള്. 1847 ജൂൺ മാസത്തിലാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം പിറവിയെടുത്തത്. പത്രത്തിന്റെ പേര് തിരിച്ചറിയുക. രാജ്യസമാചാരം, പശ്ചിമോദയം, പശ്ചിമധാരക, ജ്ഞാനനിക്ഷേപം. ഓപ്ഷൻ എ രാജ്യസമാചാരമാണ് കറക്റ്റ് ആൻസർ വരുന്നത്. കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ട് നാടകം എന്നറിയപ്പെടുന്ന ചവിട്ട് നാടകം ഏതാണ്? അല്ലേഷു നാടകം, പ്ലമേന ചരിതം, കാർൽമാൻസ് ചരിതം, ജനോവ നാടകം. അപ്പൊ ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, കാർൽമാൻസ് ചരിതമാണ് വരുന്നത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏത്? വിമോചന സമരം, സവർണ ജാഥ, സത്യാഗ്രഹം, പന്തിഭോജനം. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് സവർണ ജാഥയാണ്, ഓപ്ഷൻ ബി. കേരളത്തിലെ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? 1957 രൂപീകരിച്ച ഭരണപരിഷ്കാര സമിതിയുടെ അധ്യക്ഷനായിരുന്നു ശ്രീ EMS നമ്പൂതിരിപ്പാട്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കേരളത്തിലെ തദ്ദേശ ഭരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള മാറ്റങ്ങൾ പഠിക്കുന്നതിനും ശുപാർശ ചെയ്യുന്നതിനുമായി 1996 K ശശിധരൻ നായർ കമ്മീഷൻ രൂപീകരിച്ചു. അത് ശരിയാണോ? ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. SB സെൻ കമ്മിറ്റിയാണ് 1996 രൂപീകരിച്ചത്. K ശശിധരൻ കമ്മിറ്റി ഈ അടുത്ത് EWS റിസർവേഷന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് രൂപീകരിച്ചത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ്, സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക LSGs എന്ന ലക്ഷ്യത്തോടെ 1996 ഓഗസ്റ്റ് 17 പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ആരംഭിച്ചു. അപ്പം അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഇതിൽ 1 and 3 ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? അയ്യപ്പൻ മാർത്താണ്ഡപിള്ള, രാജാ കേശവദാസൻ, പാലിയത്ത് കോമിയച്ചൻ, ഇവരാരുമല്ല. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, രാജാ കേശവദാസ് ആണ്. അടുത്ത ചോദ്യം, കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിസ്സഹകരണ പ്രസ്ഥാനം, ഖിലാഫത്ത് പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് കീഴരിയൂർ ബോംബ് കേസ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. 1930കളിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. വള്ളത്തോൾ നാരായണ മേനോന്റെ നേതൃത്വത്തിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ ഇത് രണ്ടും ശരിയാണ്. ഓപ്ഷൻ സി ആണ് വരിക. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. അടുത്ത ചോദ്യം, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പോൾ ഇതിൽ തെറ്റാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ കണ്ണൂർ ജില്ലയിൽ മൊറാഴ സമരം നടന്നത് 1940 സെപ്റ്റംബർ 15 അപ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കയ്യൂർ സമരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് 1941 മാർച്ച് 28 അപ്പോൾ അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത 4 പേര് തൂക്കിക്കൊന്നത് 1943 മാർച്ച് 28 അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 28 മാർച്ച് 29 അവരെ തൂക്കിലേറ്റിയത്. അടുത്തത്, പുന്നപ്ര വയലാർ സമരം നടന്നത് 1946 അപ്പോൾ അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഏത് തിരുവിതാംകൂർ രാജാവിന്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ചത്? മാർത്താണ്ഡവർമ്മ, ആയില്യം തിരുനാൾ, അനിഴം തിരുനാൾ, വിശാഖം തിരുനാൾ. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ആയില്യം തിരുനാൾ. കേരളത്തിൽ ഏതു ചരിത്ര സംഭവത്തിന്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? ക്ഷേത്രപ്രവേശന വിളംബരം, ഗുരുവായൂർ സത്യാഗ്രഹം, കയ്യൂർ സമരം, വൈക്കം സത്യാഗ്രഹം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, വൈക്കം സത്യാഗ്രഹം. തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏതു പേരിലാണ് അറിയപ്പെട്ടത്? തൃപ്പടിദാനം, ഇറയിളി, പതിവ് കണക്ക്, പണ്ടാരം വക. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, ഇറയിളി. കൊളോണിയൽ ഭരണത്തിന് കീഴിൽ ബ്രിട്ടൻ മലബാറിൽ നടപ്പാക്കിയ പരിഷ്കാരങ്ങളിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1, കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ സുഗന്ധ വിളത്തോട്ടം ആരംഭിച്ചു. അപ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 2, കോഴിക്കോട്, കണ്ണൂർ, തലശ്ശേരി, മലപ്പുറം എന്നീ നഗരസഭകൾ ആരംഭിച്ചു. അപ്പം അങ്ങനെ ഒരു കാര്യം നമ്മൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയതായിട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്.
ഇനി 3, മലപ്പുറം നിലമ്പൂരിൽ തേക്ക് തോട്ടം നിർമ്മിച്ചു. കനോലി പ്ലോട്ടിന്റെ കാര്യമൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1 and 3. താഴെ കാണിച്ചിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1865 തിരുവനന്തപുരം മഹാരാജാസ് കോളേജ് ആരംഭിച്ചു. മഹാരാജാസ് കോളേജ് തിരുവനന്തപുരത്ത് നമ്മൾ വായിച്ചിട്ടില്ല, അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് തോന്നുന്നില്ല. ഇനി 2, 1875 എറണാകുളം മഹാരാജാസ് കോളേജ് ആരംഭിച്ചു. അപ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ 1937 തിരുവിതാംകൂർ സർവകലാശാല ആരംഭിച്ചു. അപ്പോൾ അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ 2ഉം 3ഉം ആണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1809 കുണ്ടറ വിളംബരം നടത്തി. അത് വേലുത്തമ്പി ദളവയാണ് അല്ലേ, മാർത്താണ്ഡവർമ്മയല്ല. അപ്പം അത് തെറ്റാണ്. ഇനി 1741 കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അത് ശരിയാണ്. തൃപ്പടിദാനം നടത്തിയ രാജാവാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1721 ആറ്റിങ്ങൽ കലാപം നയിച്ച രാജാവാണ്. അപ്പം അതും തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഇവിടെ ഉത്തരം വരുന്നത് 2ഉം 3ഉം ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശം. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഡയറക്റ്റ് റൂള് ഉണ്ടായിരുന്നത് ഏത് പ്രദേശത്താണെന്നാണ്. കൊച്ചി, കൊല്ലം, തിരുവിതാംകൂർ, മലബാർ. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, മലബാർ ആണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1847 ഹെർമൻ ഗുണ്ടട്ട് ആദ്യത്തെ മലയാള പത്രം രാജസമാചാരം ആരംഭിച്ചു. അപ്പം അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മലയാളത്തിലെ രണ്ടാമത്തെ പത്രം പശ്ചിമോദയം ഹെർമൻ ഗുണ്ടട്ട് 1847 ആരംഭിച്ചു. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 3, ഹെർമൻ ഗുണ്ടട്ട് ലണ്ടൻ മിഷൻ സൊസൈറ്റിയിൽ അംഗമായിരുന്നു. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ എവിടെയും പറയുന്നില്ല. ഹെർമൻ ഗുണ്ടട്ട് ലണ്ടൻ മിഷണറി സൊസൈറ്റിയിൽ അംഗമായിരുന്നില്ല. അപ്പോൾ 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? നാലാപ്പാട്ട് നാരായണ മേനോനും മുകുന്ദരാജയും ചേർന്ന് 1930 കേരള കലാമണ്ഡലം തൃശ്ശൂർ ജില്ലയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥാപിച്ചു. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നാലാപ്പാട്ട് നാരായണ മേനോൻ അല്ലേ, വള്ളത്തോളാണ് അവിടെ അതിന് നേതൃത്വം നൽകിയത്. ഇനി 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വംശനാശത്തിന്റെ വക്കിലെത്തിയ കഥകളി, കൂടിയാട്ടം, മോഹിനിയാട്ടം തുടങ്ങിയ കലകളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് പ്രശസ്തമാണ് കേരള കലാമണ്ഡലം. അപ്പം അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കേരള കലാമണ്ഡലത്തെ 2006 ഇന്ത്യ ഗവൺമെന്റ് ഡീംഡ് യൂണിവേഴ്സിറ്റിയായി പ്രഖ്യാപിച്ചു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി മലബാർ മുസ്ലിം മഹാസഭ രൂപീകരിച്ചു. അപ്പം അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മലബാർ അല്ല, തിരുവിതാംകൂർ മുസ്ലിം മഹാസഭയാണ് രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത്. അപ്പം 1 തെറ്റാണ്. ഇനി വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ്. അപ്പം അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായി പ്രവർത്തിച്ചിരുന്നത് കെ രാമകൃഷ്ണപിള്ളയാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഇവിടെ 2ഉം 3ഉം ആണ് ശരി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വീണ്ടും മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? എസ് കെ പൊറ്റക്കാട്, EMS ശങ്കരൻ നമ്പൂതിരിപ്പാട്, VS അച്യുതാനന്ദൻ, ഉറൂബ്. അപ്പം ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോർച്ചുഗീസുകാരുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? 1663 കൊച്ചി പിടിച്ചെടുത്തു, മിശ്ര കോളനി വ്യവസ്ഥ സ്ഥാപിച്ചു, കാർട്ടസ് സമ്പ്രദായം ഏർപ്പെടുത്തി, ബിജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്തു. അപ്പം ഇതിൽ എ ആണ്. 1663 കൊച്ചി പിടിച്ചെടുത്തത് ഡച്ചുകാരാണ്, പോർച്ചുഗീസുകാരല്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ 17 മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം? KA മുഹമ്മദ്, പനമ്പള്ളി ഗോവിന്ദ മേനോൻ, AK മേനോൻ, KA മാധവ മേനോൻ. അപ്പം ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് KA മുഹമ്മദ് ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്ത് എഴുതുക. കുമാരഗുരുദേവൻ പ്രത്യക്ഷരക്ഷാ ദൈവസഭ, വൈകുണ്ഠസ്വാമികൾ ആത്മവിദ്യാസംഘം, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം, അയ്യങ്കാളി സമത്വ സമാജം. അപ്പം ഇതിൽ ശരിയല്ലാത്തത് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വൈകുണ്ഠസ്വാമികൾ ആത്മവിദ്യാസംഘം അല്ല അല്ലേ. ആത്മവിദ്യാസംഘം ആരാണ്? വാഗ്ബടാനന്ദനാണ്. അപ്പം അതും അതുപോലെ തന്നെ സമത്വ സമാജം അത് വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ 1ഉം 2ഉം 4ഉം ആണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏത്?
വക്കം, ഇല്ലിക്കുന്ന്, ചെറുതുരുത്തി, കോഴിക്കോട്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇല്ലിക്കുന്നാണ് ആൻസർ വരുന്നത്. ഏത് വിഭാഗവുമായാണ് മാർത്താണ്ഡവർമ്മ 1741 കുളച്ചിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത്? ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, പോർച്ചുഗീസുകാർ. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഡച്ചുകാർ. അടുത്ത ചോദ്യം, 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി താഴെ പറയുന്നവരിൽ ആരായിരുന്നു? കെ കരുണാകരൻ, സി അച്യുതമേനോൻ, പി കെ വാസുദേവൻ നായർ, ഇ കെ നായനാർ. അപ്പം അടിയന്തരാവസ്ഥ കാലത്ത് ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സി അച്യുതമേനോനായിരുന്നു. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് കാർഷിക ഘടനയിൽ മാറ്റം വരുത്തുന്നതിൽ വിജയിച്ചെങ്കിലും ആനുപാതികമായ ഗ്രാമീണ വ്യവസായവൽക്കരണമോ തൊഴിൽ വളർച്ചയോ സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടതിന്റെ കാരണം താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? ഭൂപരിഷ്കരണങ്ങൾ നിയമപരമായി ദുർബലമായിരുന്നു. ശരിയായ നിർവഹണ സംവിധാനങ്ങളെ അത് തകർത്തു. ഭൂമിയുടെ പുനർവിതരണം തരിശുഭൂമി ആയതും കൃഷി ചെയ്യാൻ യോഗ്യമല്ലാത്തതുമായ ഭൂമിയിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. ഭൂപരിഷ്കരണങ്ങൾ അസാന്നിധ്യ ഭൂവുടമസ്ഥതയെ ഇല്ലാതാക്കി, പക്ഷേ ദീർഘകാല ഗ്രാമീണ സാമ്പത്തിക തന്ത്രവുമായി സംയോജിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഗ്രാമങ്ങളിലെ ഉയർന്ന സാക്ഷരതാ നിരക്ക് വലിയ തോതിലുള്ള കുടിയേറ്റത്തിന് കാരണമായി. ഇത് പ്രാദേശിക വികസനം അസാധ്യമാക്കി. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെന്റ് ജനറേഷനോ വേണ്ടിയിട്ട് ഈ ഒരു ഭൂപരിഷ്കരണം, ലാൻഡ് റിഫോംസ് എങ്ങനെയാണ് ഒരു ഫെയിലിയർ ആയത് ആ ഒരു ടേംസിൽ നോക്കുകയാണെങ്കിൽ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു കുറച്ചും കൂടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഭൂപരിഷ്കരണങ്ങൾ അസാന്നിധ്യ ഭൂവുടമസ്ഥതയെ ഇല്ലാതാക്കി, ആബ്സെന്റി ലാൻഡ് ലോഡിസം ഇല്ലാതാക്കി, പക്ഷെ ദീർഘകാല ഗ്രാമീണ സാമ്പത്തിക തന്ത്രവുമായിട്ട് സംയോജിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ശ്രീ ചിത്തിര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി? ഒക്ടോബർ 12, 1936, നവംബർ 12, 1936, ഓഗസ്റ്റ് 12, 1936, ഡിസംബർ 12, 1936. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, നവംബർ 12, 1936. അടുത്ത ചോദ്യം, കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഈഴവ ജനതയെ പ്രതിനിധീകരിച്ച് ആരംഭിച്ച കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ ആര്? ടി കെ മാധവൻ, സി കൃഷ്ണൻ, കേസരി എ ബാലകൃഷ്ണപിള്ള, സി വി കുഞ്ഞുരാമൻ. അപ്പം കേരള കൗമുദിയുടെ ഫൗണ്ടർ ഓപ്ഷൻ ഡി ആണ്, സി വി കുഞ്ഞുരാമനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് മാച്ച്? അപ്പൊ ഇതിൽ മാച്ച് ആവാത്ത തെറ്റായിട്ടുള്ള പെയറാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ബ്രഹ്മാനന്ദ ശിവയോഗി അദ്വൈത ചിന്താ പദ്ധതി, ശ്രീനാരായണ ഗുരു ദർശനമാല, ചട്ടമ്പി സ്വാമികൾ പ്രാചീന മലയാളം, വി ടി ഭട്ടതിരിപ്പാട് മറക്കുടയ്ക്കുള്ളിലെ മഹാനഗരം. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതൊക്കെയാണ്? അദ്വൈത ചിന്താ പദ്ധതി ചട്ടമ്പി സ്വാമികളുടെ ആണ് അല്ലെ, ബ്രഹ്മാനന്ദ ശിവയോഗികളുടെ അല്ല. അതുപോലെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം വി ടി ഭട്ടതിരിപ്പാടിന്റെ അല്ല. ആരുടെയാണ്? എം ആർ ഭട്ടതിരിപ്പാടിന്റെ ആണ്. അപ്പൊ അതും തെറ്റാണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1 and 4 ഓൺലി. അടുത്ത ചോദ്യം, കേരളത്തിലേക്കുള്ള യൂറോപ്യന്മാരുടെ വരവിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1, മലബാർ തീരത്തെത്തി മാഹിയിൽ സ്ഥിര താമസമാക്കിയ ആദ്യത്തെ യൂറോപ്യന്മാരാണ് ഫ്രഞ്ചുകാർ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് കുറച്ച് കൺഫ്യൂസിംഗ് ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ മലബാറിൽ ആദ്യം എത്തുന്നത് ആരാണ്? പോർച്ചുഗീസുകാർ തന്നെയാണ്. പക്ഷെ മാഹിയിൽ സ്ഥിരതാമസമാക്കിയ ആദ്യത്തെ യൂറോപ്യന്മാർ ഫ്രഞ്ചുകാരാണെന്നാണ് ഒരു കൺഫ്യൂഷൻ വന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് അവിടെ ഇരിക്കട്ടെ. അടുത്തത്, ഡച്ചുകാർ സമാഹരിച്ച് ആംസ്റ്റർഡാമിൽ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ 740-ലധികം സസ്യങ്ങളുടെ 12 വാല്യങ്ങളുള്ള ഒരു വിജ്ഞാനകോശമാണ് ഹോർത്തൂസ് മലബാരിക്കസ്. അപ്പോൾ അത് നമുക്ക് ശരിയാണെന്ന് ഉറപ്പുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, വാസ്കോഡ ഗാമ 3 കപ്പലുകളുമായി ലിസ്ബണിൽ നിന്ന് കപ്പൽ കയറി 1498 കോഴിക്കോട് എത്തി. അപ്പോൾ അതും നമുക്ക് ശരിയാണെന്ന് ഉറപ്പുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, മലബാറിലെ രാജാക്കന്മാർക്കെതിരെ പോരാടാൻ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഒരു കപ്പലായിരുന്നു കാർത്തസ്. അപ്പൊ അത് തെറ്റാണ്. കാർത്തസ് എന്താണ്? മറ്റേ കപ്പലുകൾക്ക് കൊടുത്തിരുന്ന ഒരു പെർമിറ്റ്, ആ ഒരു സിസ്റ്റം ആയിരുന്നു കാർത്തസ്. അപ്പം അത് തെറ്റാ. അപ്പം നമുക്ക് ഓപ്ഷൻസ് അനലൈസ് ചെയ്യുമ്പം ഇവിടെ 2ഉം 3ഉം മാത്രം എന്നുള്ളതാണ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നത്. കാരണം പിന്നെ ഫൈനൽ ആൻസർ കീ നോക്കിയപ്പോഴും അതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ബി ആണ് എന്ന് ഫൈനലൈസ് ചെയ്യാം. അടുത്തതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2 ലിസ്റ്റ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം അല്ലേ. ലിസ്റ്റ് 1 തിരുവിതാംകൂർ സൈന്യത്തിലെ വലിയ കപ്പിത്താൻ, പിന്നെ സർവാധികാരിക്കാർ, ഉണ്ണുനീല സന്ദേശം യാത്ര വിവരിക്കുന്നു, തൂഫത്തുൽ മുജാഹിദീൻ സമർപ്പിക്കുന്നു, കിഴക്കൻ പോർച്ചുഗലിന്റെ ആദ്യ വൈസ്രോയ്. ലിസ്റ്റ് 2 രാജാ കേശവദാസ്, ഫ്രാൻസിസ്കോ ഡി അൽമേഡ, ആലി ആദിൽ ഷാ, യൂസ്റ്റാച്ചിയസ് ഡിലനോയ്, ആദിത്യവർമ്മൻ. അപ്പൊ ഇതിൽ ആരാണ് മാച്ച് ചെയ്യാൻ പറ്റുക? തിരുവിതാംകൂർ സൈന്യത്തിലെ വലിയ കപ്പിത്താൻ ഡിലനോയി ആണ് അല്ലേ.
അതുപോലെ സർവാധികാരിക്കാര് രാജാ കേശവദാസ് ആണ്. ഉണ്ണുനീല സന്ദേശം യാത്ര വിവരിക്കുന്നു ആദിത്യവർമ്മനാണ് വരിക. തൂഫത്തുൽ മുജാഹിദ്ദീൻ സമർപ്പിക്കുന്നത് ആലി ആദിൽ ഷാക്കാണ്. അതുപോലെ കിഴക്കൻ പോർച്ചുഗലിന്റെ ആദ്യ വൈസ്രോയ് എന്ന് പറയുന്നത് ആരാണ്? ഫ്രാൻസിസ്കോ അൽമേഡയാണ്. അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. A4, B1, C5, D3, E2 അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. താഴെ പറയുന്നവയിൽ മൂഷകവംശ മഹാകാവ്യവുമായി ബന്ധപ്പെട്ട ശരി പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പോൾ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. ഈ കൃതി 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടു. ശ്രീകണ്ഠൻ എന്ന രാജാവിന്റെ കാലത്താണ് രചിക്കപ്പെട്ടത്. അതുലൻ എന്ന കവിയാണ് രചയിതാവ്. രാജതരംഗിണി എന്ന ഗ്രന്ഥം രചിക്കുന്നതിന് മുമ്പ് രചിക്കപ്പെട്ടതാണ് ഈ കൃതി. അപ്പോൾ ഇത് 4 സ്റ്റേറ്റ്മെന്റ്സും ഇതിനെ സംബന്ധിച്ച് ശരിയാണ്. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി എല്ലാം ശരിയാണെന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വാഗ്ഭടാനന്ദൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ, ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് 1ഉം 3ഉം ആണ്. 2 തെറ്റാവാൻ കാരണം എന്താ? പ്രത്യക്ഷ രക്ഷാ ദേവസഭ കുമാര ഗുരുദേവനാണ്. അപ്പോൾ 1ഉം 3ഉം ഓപ്ഷൻ ബി ആണ് ശരി. പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പ്രനാട് രാജയ്ക്ക് നൽകിയത് കലാപ കാരണമായി. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഗോത്രവർഗ്ഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായം കലാപത്തിന് ലഭിച്ചു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. വയനാട്ടിലെ കോൽക്കാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ താവളം കണ്ടെത്തി. അതും ശരിയാണ്. തിരുവിതാംകൂറിലെ രാജാവായിരുന്നു പഴശ്ശിരാജ. ആണോ? അല്ല, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാ വരിക? 1, 2, 3 എന്നിവ മാത്രം ശരിയാണെന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി? ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ, കെ കേളപ്പൻ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, സഹോദരൻ അയ്യപ്പൻ. അപ്പൊ ഇതിൽ ആരാണ് കേരള ഗാന്ധി? ഓപ്ഷൻ ബി കെ കേളപ്പൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഐഡന്റിഫൈസ് ദ ഫോളോയിങ് വേർഡ്സ് റിലേറ്റഡ് ടു വിച്ച് ഡിനാസ്റ്റി? കോയിൽ അധികാരികൾ 1000 ആൻഡ് 4 തളി. അപ്പൊ കോയിൽ അധികാരികൾ 1000 ആൻഡ് 4 തളി എന്ന് പറയുന്നത് ഏത് ഡിനാസ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് ചോദിക്കുന്നത്. ഐ ഡിനാസ്റ്റി, വേണ ഡൈനാസ്റ്റി, ഏഴുമല ഡൈനാസ്റ്റി, പെരുമാൾ ഡൈനാസ്റ്റി. അപ്പൊ ഈ വേർഡ്സ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ 4 ആണ്, പെരുമാൾ ഡിനാസ്റ്റി. അപ്പോൾ സി ഓൺലി 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. സ്വരൂപങ്ങളും അതിന്റെ കീഴിലുള്ള നാട്ടുരാജ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെ നാടാണ് ഏത് സ്വരൂപത്തിന്റെ കീഴിലാണെന്നാണ് ചോദിക്കുന്നത്. കോല സ്വരൂപം, നെടിയിരുപ്പ് സ്വരൂപം, പെരുമ്പടപ്പ് സ്വരൂപം, തൃപ്പാപ്പൂർ സ്വരൂപം. ഇവിടെ വേനാട്, കൊച്ചി, ഏറനാട്, കോലത്തുനാടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കോല സ്വരൂപം കോലത്തുനാടാണ് വരിക. നെടിയിരുപ്പ് സ്വരൂപം ഏറനാടാണ് വരിക. പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി, തൃപ്പാപ്പൂർ സ്വരൂപം വേനാട്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1D, 2C, 3B, 4A ആണ് വരുന്നത്. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഫൗണ്ടേഴ്സ്? ആത്മവിദ്യാസംഘം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, അരയ സമാജം, സമത്വ സമാജം. ഇവിടെ ഓപ്ഷൻസ് പണ്ഡിറ്റ് KP കറുപ്പൻ, വൈകുണ്ഠ സ്വാമികൾ, വാഗ്ഭടാനന്ദൻ, കുമാരഗുരുദേവൻ. അപ്പൊ ആത്മവിദ്യാസംഘം ആരാണ്? വാഗ്ഭടാനന്ദൻ ആണല്ലേ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാരഗുരുദേവൻ, അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ, സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? 1940, 1935, 1931, 1928. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 1931. വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? അയ്യങ്കാളി, വൈകുണ്ഠ സ്വാമികൾ, കുമാരഗുരുദേവൻ, ശ്രീനാരായണ ഗുരു. അപ്പൊ ആരാണ് ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ സംഘടിപ്പിച്ചതാര്? TK മാധവൻ, മന്നത്ത് പത്മനാഭൻ, K കേളപ്പൻ, AK ഗോപാലൻ. അപ്പം സവർണജാഥ സംഘടിപ്പിച്ചത് ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ ആണ് കേട്ടോ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ? K കേളപ്പൻ, P കൃഷ്ണപിള്ള, AK ഗോപാലൻ, മന്നത്ത് പത്മനാഭൻ. അപ്പം ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ ആയിരുന്നു. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ആധുനിക കാലത്തെ അത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? വൈക്കം സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ക്ഷേത്രപ്രവേശന വിളംബരം. അടുത്തത്, കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടത് ആര്? അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, സ്വാമി വിവേകാനന്ദൻ.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ചട്ടമ്പി സ്വാമികളാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം? പഴശ്ശി കലാപം, മലബാർ കലാപം, കല്ലുമാല സമരം, ആറ്റിങ്ങൽ കലാപം. ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആറ്റിങ്ങൽ കലാപം. അടുത്ത ചോദ്യം, പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 1. ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിൽ ജനിച്ചു. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹം തിരുവല്ലയിലാണ് ജനിച്ചത്. 2. കുമാരഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അത് ശരിയാണ്. ജ്ഞാനപീയൂഷം എന്ന പ്രാർത്ഥനാ പുസ്തകം മാന്നാനം പ്രസിൽ അച്ചടിച്ചിറക്കി. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ചാവറ അച്ഛനാണ് ചെയ്തിട്ടുള്ളത്. ഇനി 4ാമത് വരുന്നത്, അയിത്ത ജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി. അപ്പൊ അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് 2ഉം 4ഉം ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? മന്നത്ത് പത്മനാഭൻ സമത്വ സമാജം, തെറ്റാണല്ലേ. 2. വി.ടി. ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, ശരിയാണ്. കുമാരഗുരുദേവൻ ആത്മവിദ്യാസംഘം, അതും തെറ്റാണ്. പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ അരയ സമാജം, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, ശരിയായിട്ടുള്ള പെയറാണ്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് 2ഉം 4ഉം ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെ? അദ്വൈതാശ്രമം, ശിവഗിരി മഠം, ആനന്ദവല്ലീശ്വരി ക്ഷേത്രം, അരുവിപ്പുറം ക്ഷേത്രം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസ്ക്രിപ്ഷൻ ശ്രീനാരായണ ഗുരു എവിടെയാണ് ചെയ്തത്? ഓപ്ഷൻ ഡി, അരുവിപ്പുറം ക്ഷേത്രമാണ് കേട്ടോ കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പുകുറുക്കൽ സമരം നടന്ന സ്ഥലം? പയ്യന്നൂര്, കോഴിക്കോട്, ആലുവ, തിരുവനന്തപുരം. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, പയ്യന്നൂരാണ്. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരത കേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? കെ കേളപ്പൻ, ശ്രീനാരായണ ഗുരു, മന്നത്ത് പത്മനാഭൻ, എ കെ ഗോപാലൻ. അപ്പൊ ആരാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മന്നത്ത് പത്മനാഭനാണ് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. അടുത്ത ചോദ്യം, കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചതാര്? ഒ ചന്തുമേനോൻ, സി വി രാമൻപിള്ള, വി ടി ഭട്ടതിരിപ്പാട്, എ ആർ രാജരാജവർമ്മ. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, വി ടി ഭട്ടതിരിപ്പാട്. അടുത്തത്, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക. അപ്പൊ 4 സംഭവങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കുണ്ടറ വിളംബരം, വൈക്കം സത്യാഗ്രഹം, മാപ്പിള ലഹള, മലയാളി മെമ്മോറിയൽ. അപ്പൊ ഇതിൽ ഏതാണ് ആദ്യം നടന്നിട്ടുണ്ടാവുക? കുണ്ടറ വിളംബരമാണ് അല്ലെ. 1809 കുണ്ടറ പ്രൊക്ലമേഷൻ നടന്നത്. അതിനുശേഷം വരുന്നത് മലയാളി മെമ്മോറിയൽ ആണ്, 1891 പിന്നെ മാപ്പിള ലഹള 1921, പിന്നെയാണ് വൈക്കം സത്യാഗ്രഹം 1924. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ്. 1, 4, 3, 2 എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു? ഇംപീരിയൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, നെടുങ്ങാടി ബാങ്ക്. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, നെടുങ്ങാടി ബാങ്ക് ആണ് ഉത്തരം. കേരളത്തിന്റെ ഗവർണറായ ആദ്യ മലയാളി? വി വി ഗിരി, വി രാമയ്യ, നിഖിൽ കുമാർ, വി വിശ്വനാഥൻ. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, വി വിശ്വനാഥനാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം? 1929, 1865, 1896, 1914. ഇതിലേതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ബി അല്ലെ, 1865 കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 1932 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ആര്? എൻ വി ജോസഫ്, കെ കേളപ്പൻ, പി കെ കുഞ്ഞ്, സി കേശവൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കെ കേളപ്പൻ ആണ്. താഴെ പറയുന്നവയിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം ഏത്? 1916 ആനി ബസന്റിന്റെ അധ്യക്ഷതയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം, കീഴരിയൂർ ബോംബ് കേസ്, മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് നിയമലംഘന സമരം, 1936 ഇലക്ട്രിസിറ്റി സമരം. അപ്പൊ ഇതിൽ ഏതാണ് മലബാറുമായിട്ട് ബന്ധമില്ലാത്തത്? 1936 ഇലക്ട്രിസിറ്റി സമരമാണ് അല്ലെ, അത് തൃശ്ശൂരാണ് നടന്നത്. അടുത്ത ചോദ്യം, ഏത് കോൺഗ്രസ് സമരത്തിന്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത്? പാലക്കാട്, മഞ്ചേരി, വടകര, ഒറ്റപ്പാലം. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, വടകരയാണ്. അടുത്ത ചോദ്യം,
1921 നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ടി പ്രകാശൻ, ആനി ബസന്റ്, എ കെ ഗോപാലൻ, പി കൃഷ്ണപിള്ള. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ടി പ്രകാശൻ ആണ്. അടുത്തത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? എ. വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കുവാനും ആണ് എന്ന പ്രഖ്യാപനം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കുവാനുള്ള അവകാശം നേടിക്കൊടുത്തു. മനുഷ്യസ്നേഹത്തിലും സർവ്വമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ. അപ്പൊ ഇതിൽ ഏതാണ് ഗുരുവുമായിട്ട് ബന്ധമില്ലാത്തത്? ഓപ്ഷൻ സി ആണല്ലേ. സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കുവാനുള്ള അവകാശം നേടിക്കൊടുത്തു. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? കുമാരഗുരുദേവൻ, പണ്ഡിറ്റ് കെ പി കറുപ്പൻ, വാഗ്ഭടാനന്ദൻ, ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ വീണ്ടും ഒരുപാട് റിപ്പീറ്റ് ചെയ്തു വന്ന ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കുമാരഗുരുദേവൻ. 1615 കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു? മെക്കാളെ പ്രഭു, കനോലി പ്രഭു, വില്യം കീലിംഗ്, വില്യം ലോഗൻ. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, വില്യം കീലിംഗ് ആണ്. അടുത്ത ചോദ്യം, വയനാട്ടിലെ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചോദിക്കുന്നത്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു. എല്ലാം ശരിയുത്തരങ്ങളാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ശരിയാണല്ലേ. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ഇവിടെ. ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയുത്തരങ്ങളാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ആദ്യം സംഭവിച്ചത്? കുറിച്യ കലാപം, വൈക്കം സത്യാഗ്രഹം, പഴശ്ശി കലാപം, ക്ഷേത്രപ്രവേശന വിളംബരം. അപ്പൊ ഇതിൽ ഏതാണ് ആദ്യം സംഭവിച്ചത്? പഴശ്ശി കലാപമാണ് അല്ലെ. 1793 പഴശ്ശി കലാപം നടക്കുന്നത്. അടുത്ത ചോദ്യം, ഇത് ക്യാൻസൽ ഔട്ട് ആയി പോയൊരു ചോദ്യമാണ്. വാഗൺ ട്രാജഡി നടന്ന വർഷം. കാരണം ഇതിന്റെ ഓപ്ഷൻസിൽ ആൻസർ ഉണ്ടായിരുന്നില്ല. അപ്പൊ വാഗൺ ട്രാജഡി നടന്ന വർഷം 1921 നവംബർ 19 ആണ് കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ഔട്ട് ആയി പോയതാണ്. ഇനി അടുത്തത്, പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ. മക്തി തങ്ങൾ, വി ടി ഭട്ടതിരിപ്പാട്, കെ കേളപ്പൻ, മമ്പുറം തങ്ങൾ. ആരാണ്? വി ടി ഭട്ടതിരിപ്പാടാണ് പൊന്നാനി താലൂക്കിൽ 1896 ജനിച്ചത്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏത്? വൈക്കം സത്യാഗ്രഹം, ഹരിജൻ ധനസമാഹരണം, പാലിയം സത്യാഗ്രഹം, നിസ്സഹകരണ സമര പ്രചരണാർത്ഥം. അപ്പൊ ഏതാണ്? ഓപ്ഷൻ സി, പാലിയം സത്യാഗ്രഹമാണ് ഇതുമായിട്ട് ബന്ധമില്ലാത്തത്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരം നേടിയിരുന്നത്. അപ്പൊ ഇത് രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രസ്താവന എയും ബിയും ശരിയാണ്. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1. കണ്ണൂർ ജില്ലയിലെ പാഠ്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. അപ്പൊ ഇതിൽ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഗാന്ധിജിയുമായിട്ട് 1947 കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല. അപ്പം 1, 2, 3 ആണ് ശരി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ നമ്മൾ കേരള ഹിസ്റ്ററിൻ്റെ PYQs ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത സബ്ജക്റ്റിൻ്റെ PYQs ആണ് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. സോ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് നമ്മൾ വിചാരിക്കുന്നു. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് നിങ്ങളുടെ ആസ്പിരൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനേക്കും കൂടെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. സ്റ്റേ ട്യൂൺഡ്. ഹാപ്പി ലേണിംഗ് വിത്ത് ഹാബിറ്റസ്.